തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 15 സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യ പ്രഘോഷിക്കും തിരുവചനങ്ങൾ. സഫാനിയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 2 വരെയും 9 മുതൽ 13 വരെയും, വിശുദ്ധ മത്തായി സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയും തിരുവചനങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനം നമ്മോടുകൂടെ. ആരാണ് ദൈവവചനത്തിന് കാതോർക്കുന്നത്? ദൈവവചനം സ്വീകരിക്കുന്നവരാരാണ്? സുവിശേഷത്തിൽ പറയുന്നുണ്ട്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ ദൈവമക്കളാകാൻ കഴിവ് നൽകും. ദൈവപുത്രസ്ഥാനം അനുഭവമാകണമെങ്കിൽ അവൻ്റെ വാക്കുകൾ കേൾക്കണം. എങ്ങനെയാണ് വാക്കുകൾ കേൾക്കുക? വളരെ ലളിതമായി ഒരു ഉപമ സുവിശേഷം എന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. 2 പുത്രന്മാർ, 2 പേരോടും പിതാവ് വയലിലേക്ക് പോകാൻ പറയുന്നു. ഒരുവൻ പോകാമെന്ന് സമ്മതിക്കുന്നു, എന്നാൽ അവൻ പോകുന്നില്ല. മറ്റവൻ പോകാൻ കഴിയില്ല എന്ന് നിഷേധിക്കുന്നു, അവൻ പോകുന്നു. 2 പേരിൽ ആരാണ് പിതാവിനെ അനുസരിച്ചത്? ദൈവത്തിൻ്റെ വാക്ക് കാതുകൾ കൊണ്ട് കേൾക്കുകയോ തലയാട്ടുകയോ ചെയ്യുന്നതിലല്ല, അത് അനുവർത്തിക്കുന്നതിലാണ് കാര്യം. ദൈവത്തിൻ്റെ വചനത്തെ ജീവിത വഴിയാക്കി തിരഞ്ഞെടുക്കുന്നതിലാണ് കാര്യം. യോഹന്നാൻ്റെ ഭാഷണം കേട്ട് പാപത്തിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു വന്നവരെക്കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട്. യോഹന്നാൻ പറഞ്ഞത് കേട്ടവർ, അനുസരിക്കാതെ പോയവർക്ക് കേൾക്കാതെ പോയവരെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ദൈവത്തിൻ്റെ വചനത്തെ നിഷേധിക്കുന്നവർ. ഞാനും നിങ്ങളും ആനുകാലിക ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിത പ്രവർത്തികൾ വഴി വെളിപ്പെടുത്തുന്നത് ദൈവവചനത്തെ സ്വീകരിക്കുന്നുണ്ടോ നിഷേധിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒന്ന് നാം ചെയ്തു തരും. ദൈവവചനത്തെ ഒന്നുകിൽ നിഷേധിക്കണം, അല്ലെങ്കിൽ അനുവർത്തിക്കണം. അത് അധരം കൊണ്ട് പറയുന്നതിലല്ല, ജീവിത പ്രവർത്തികൾ വഴി അത് വെളിപ്പെടുത്തണം. അവൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അവനെ സഹോദരനായി കാണണമെന്നാണ്. വളരെ ലളിതമാണ് ഈ പദം, സഹോദരനായി അവനെ കാണുക. നമുക്കവനെ സഹോദര എന്ന് വിളിക്കാം. കേൾക്കുമ്പോൾ അത് നാം നടപ്പിലാക്കി കഴിഞ്ഞു, നിറവേറ്റി കഴിഞ്ഞു എന്ന് കരുതും. എന്നാൽ അവരൻ സഹോദരനാകണമെങ്കിൽ എന്തു വേണം? അവരെൻ്റെ ജീവിതത്തിൻ്റെ ഏത് വൈഷമ്യങ്ങളിലും ഞാൻ ഇടപെടുന്നവനാകണം. അവരെൻ്റെ കണ്ണീര് തുടയ്ക്കണം. അവരെൻ്റെ ഇല്ലായ്മകൾക്ക് പരിഹാരം വാങ്ങണം. അവരന് പകരം നിൽക്കാൻ പറ്റണം. അങ്ങനെ പകരം നിൽക്കാൻ പറ്റുമ്പോൾ മാത്രമേ സഹോദര എന്ന് വിളിക്കുന്നതിന് അർത്ഥമുണ്ടാകൂ. മറ്റുള്ളവരെ ഹൃദയം കൊണ്ട് തുല്യസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ, ജീവിതത്തിൽ അവരന് നമ്മോടൊപ്പം സ്ഥാനം കൊടുക്കാൻ, അവനെ ഒട്ടും കുറച്ച് കാണാതിരിക്കാൻ എത്രത്തോളം കഴിയുന്നുണ്ട്? വിളിക്കുന്നത് സഹോദര എന്നാണ്, പക്ഷേ ജീവിതത്തിൽ ഒരു ശത്രുവിനോടുള്ള പരിഗണന പോലും അവന് കൊടുക്കുന്നില്ല. ഭൗമികമായ ലോകത്ത് ജീവിത യാഥാർത്ഥ്യങ്ങൾക്കകത്ത് ദൈവവചനത്തിൻ്റെ പാലനം സംഭവിക്കണം. അത് വിശക്കുന്നവന് ഭക്ഷണമായും, ദാഹിക്കുന്നവന് കുടിക്കാൻ നീരായും, വസ്ത്രമില്ലാത്തവന് വസ്ത്രമായും ഒക്കെ അനുഭവപ്പെടണം. അവരനെ കരുതുന്ന അനുഭവം ഉണ്ടാകണം. ഒരുവനെ എന്തിൻ്റെയെങ്കിലും പേരിൽ തരം താഴ്ത്താത്ത മനോഭാവം ഉണ്ടാകണം. അങ്ങനെ അവരനെ തന്നോടൊപ്പം ചേർത്ത് നിർത്താൻ എത്രത്തോളം ആകുന്നുണ്ട് എന്നതാണ് വചനം പാലിക്കുന്നതിൻ്റെ അടയാളമായിട്ട് പറയാൻ പറ്റുക. ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞത് സ്നേഹിക്കാനാണ്. അവരെന്നെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. അത് തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെയാണ്. തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ അവരെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവവചനത്തിൻ്റെ പക്ഷം ചേർന്ന് ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റുക. അതിൻ്റെ പേരാണ് ദൈവവചനം ശ്രവിക്കുന്നു എന്നുള്ളത്. കാതുകൊണ്ട് കേൾക്കുന്നതിലല്ല, ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നതിലാണ് കാര്യം എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച വചനത്തെക്കുറിച്ചാണ് നാം ഈ കാലഘട്ടത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. വചനമായ ദൈവം ആൾരൂപമായി മാറി. അങ്ങനെ വാക്ക് പ്രവൃത്തിയായിട്ട് മാറുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ വാക്കായിട്ട് മാറണം. അങ്ങനെയാണ് ക്രിസ്തുവിനെ നമുക്ക് ആനുകാലിക ലോകത്തിന് പകർന്നു കൊടുക്കാൻ പറ്റുക. വിശക്കുന്നവനോട് ഭക്ഷണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിലല്ല, അല്ലെങ്കിൽ വിദൂരത്തുള്ളൊരു സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്നതിലല്ല, അവൻ്റെ ഭക്ഷണപാത്രത്തിൽ അന്നമായി മാറുന്നതിലാണ് കാര്യം. അവരുടെ സങ്കടത്തിൽ ആശ്വാസമാകുന്നതിലാണ് കാര്യം. അവരുടെ ഇല്ലായ്മയിൽ കരുതലാകുന്നതാണ് കാര്യം. ഇതൊക്കെ ഈ ലോകത്ത് നമുക്ക് ചെയ്യാവുന്ന പ്രവൃത്തികളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവും നമ്മുടെ കയ്യിലുള്ളതും വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഒപ്പം തന്നെ ഞാൻ എനിക്ക് വേണ്ടിയല്ലെന്നും അവരന് വേണ്ടി ആണെന്നും ഹൃദയം കൊണ്ട് തീരുമാനിക്കാൻ പറ്റണം. അങ്ങനെ ഹൃദയം കൊണ്ട് തീരുമാനിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതം ദൈവവചന പ്രകാരമായിട്ട് മാറും. 2ാമത്തെ പുത്രൻ്റെ ഭാഗത്തേക്ക് നാം പ്രവേശിക്കും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, എത്രത്തോളം നമുക്കിതാകുന്നുണ്ട് എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ ആഗമനകാലത്തിൻ്റെ നാളുകൾ നമ്മോട് പറയുന്നു. സഫാനിയുടെ പുസ്തകത്തിൽ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നുണ്ട്, ആര് പറഞ്ഞാലും കേൾക്കാത്തവൾ, ജെറുസലേം നഗരത്തിനെക്കുറിച്ചാണ്. അനുസരണമില്ലാത്തവൾ, ശിക്ഷണത്തിന് വിധേയപ്പെടാത്തവൾ, അവൾക്ക് വിനാശമാണ് സംഭവിക്കുക.
തകർക്കപ്പെടലാണ് അതിൻ്റെ അന്ത്യം. എങ്കിലും അത് അവസാനമല്ല. അവസാനം എങ്ങനെയാണ്? അവസാനം രക്ഷയുടെ നാളുകളാണ്. പ്രവാചകനിലൂടെ തന്നെ രക്ഷയുടെ വാഗ്ദാനം നൽകപ്പെടുന്നു. അവരുടെ അധരങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുമെന്നും കർത്താവിന് സ്തുതി പാടുന്നവരായി അവരെ ഞാൻ മാറ്റുമെന്നും വചനം പറയുകയാണ്. ജെറുസലേമിനോട് പറയുകയാണ്, അതായത് സകല ജനത്തിനോടും അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ എന്നെ ധിക്കരിച്ച് ചെയ്ത പ്രവൃത്തികളെല്ലാം നിങ്ങൾ ഞാൻ മാറ്റും. നിങ്ങൾ ഇനിമേൽ അഹങ്കരിക്കുന്നവരാകില്ല, എൻ്റെ വഴിയെ നടക്കുന്നവരായി മാറും നിങ്ങളെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിലാണ് അത് സാധ്യമായത്. സകല മനുഷ്യകുലത്തിനും വേണ്ടി അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് അനുസരണക്കേടിൻ്റെ കെടുതിയിൽ നിന്ന്, അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് നമ്മെ രക്ഷയുടെ പാതയിലേക്ക് നയിക്കും. ജെറുസലേമിൽ ശേഷിക്കുന്നവർ തിന്മ ചെയ്യുകയില്ല, വ്യാജം പറയുകയില്ല, വഞ്ചന അവരുടെ നാവിൽ കാണപ്പെടുകയില്ല. അവരാരെയും ഭയപ്പെടില്ല. കർത്താവിലായിരിക്കും അവരുടെ ജീവിതം. ശിലറ്റം പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഒരു ജീവിതത്തിലേക്ക് പുനരാനയിക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങളും. ജീവിതത്തിൻ്റെ വഴിയിൽ പലപ്പോഴായി വീണുപോയവർ, ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ കുടുങ്ങിപ്പോയവർ. ക്രിസ്തുവിൻ്റെ രക്തം വിമോചന ദ്രവ്യമായി നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു. അങ്ങനെ നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരുവൻ്റെ അവതാരത്തെ ഹൃദയം കൊണ്ട് അനുഭവിക്കാനാണ് ആഗമനകാലത്തിൽ നാം ചുവടുവെക്കുക. തിരുവചനങ്ങൾ ഹൃദയത്തിനകത്ത് ആഴമായി പതിക്കാനും ആ വചനങ്ങൾക്കനുസരിച്ച് ജീവിത നിലപാടുകൾ എടുക്കാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ അനുസരണത്തിൻ്റെ ജീവിതം നയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.